മലപ്പുറത്ത് 2.5 വയസ്സുകാരുടെ മരണത്തിൽ പിതാവ് മുഹമ്മദ് ഫായിസ് കസ്റ്റഡിയിൽ. കാളികാവ് പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഫായിസിനെതിരെ പരാതി കിട്ടിയിട്ടില്ലെന്നും അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തിരിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. മുബഷീർ പി അക്ബർ വിശദാംശങ്ങളുമായി. മുബഷീർ, ഫായിസിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം എപ്പോഴാണ് പൂർത്തിയാവുക? നികേഷ് കുമാർ, പോസ്റ്റ്മോർട്ടം നടപടികൾ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. എന്നാൽ ബന്ധുക്കളുടെ ആരോപണം ആ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് കുറ്റം ആരോപിക്കപ്പെടുന്ന ഈ ഒരു കുഞ്ഞിന്റെ പിതാവായ കാളികാവ് ഉതിരംപൊയിൽ സ്വദേശിയായ ഫായിസിനെ കാളികാവ് പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവത്തിൽ അദ്ദേഹത്തിന് ഏത് രീതിയിലാണ് പങ്കുള്ളത്, എന്താണ് സംഭവിച്ചെന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചറിയുന്നുണ്ട്. അദ്ദേഹം നിലവിൽ പറഞ്ഞ വാദം, അതായത് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ തൊണ്ടയിൽ കുരുങ്ങിയത് മൂലമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പ്രാഥമികമായി പോലീസിന്റെ ചോദ്യം ചെയ്തതിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ വിശദമായ ഒരു ചോദ്യം ചെയ്യലായിരിക്കും, വിശദമായ ഒരു വിവരം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളും മനസ്സിലാക്കുന്നത്. കുടുംബം ഇത് കൊലപാതകമാണെന്ന ആരോപണം ശക്തമായി ഉന്നയിക്കുന്ന പശ്ചാത്തലവും നമുക്ക് മുന്നിലുണ്ട്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതല്ല, മറിച്ച് കാലങ്ങളായി ഈ ഒരു കുഞ്ഞിനെ 2.5 വർഷം പ്രായമുള്ള ഈ ഒരു പെൺകുഞ്ഞിനെ ഫായിസ് അതിക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഭാര്യയായ ഷഹനത്ത് ഉൾപ്പെടെ ഈ നിലയിലുള്ള ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. കട്ടിലിലേക്ക് ഈ ഒരു കുഞ്ഞിനെ തള്ളിയിട്ടുകൊണ്ട് കഴുത്ത് ഞെരിച്ച് മർദ്ദിക്കുകയായിരുന്നു ഫായിസ്. ആ രീതിയിൽ സമാനമായ രീതിയിൽ മുൻപും മർദ്ദനമുണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്തും പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ മധ്യസ്ഥരുടെ ഇടപെടൽ മൂലം അത് ഒതുക്കി തീർത്ത് പിന്നീട് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് ഈ ഒരു കുടുംബം അങ്ങോട്ടേക്ക് തിരിച്ചെത്തിയതെന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് മുന്നോട്ട് പോയത്. അതിനിടയിലാണ് വീണ്ടും ക്രൂരമായ മർദ്ദനം ഉണ്ടാകുന്നത്. ഈ ഒരു സമയത്ത് ഭാര്യയും ആ ഒരു വീട്ടിലുണ്ടായിരുന്നു. ഭാര്യയെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ഈ ഒരു കുഞ്ഞിനെ മർദ്ദിച്ചതെന്ന ആരോപണങ്ങളൊക്കെ തന്നെ ആ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു മരണ കാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ സാധിക്കൂ എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബന്ധുക്കൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഒരു റിട്ടേൺ കംപ്ലയിന്റ് പോലീസിനെ നൽകിയിട്ടുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായതും ഈ നിലയിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ അല്പം വൈകാതെ ഈ ഒരു വിഷയത്തിൽ അവർ പരാതി കൈമാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. നികേഷ്.